ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്നൊക്കെ മാറി ഇതിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ഒരു സാരി ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തു, ആൻഡ് അതൊരു ഭയങ്കര സക്സസ് ആയിട്ട് ഇപ്പം നിൽക്കുന്നു. സോ എങ്ങനെയാണ് ഈ ഒരു ബിസിനസ്, ഈ ഒരു തോട്ടിലേക്കുള്ള എൻട്രി എങ്ങനെയായിരുന്നു? ഇത് തന്നെ പോരാ, നമുക്ക് എക്സ്ട്രാ ഒരു ഇൻകം കൂടെ വേണം, അല്ലെങ്കിൽ ഒരു ഫീൽഡും കൂടെ വേണം, അങ്ങനെ ഒരു തോട്ട് വരാനുള്ള ഒരു റീസൺ എന്തായിരുന്നു? ശരിക്കും ആരുടെ ഐഡിയ ആയിരുന്നു? മിറിയുടെ ഐഡിയ ആയിരുന്നോ? അത് ആക്ച്വലി അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രണ്ടുപേരുടെ നമ്മുടെ ഒരു സക്സസ് സാധനം എന്നറിയോ, നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നതും മെറി ചിന്തിക്കുന്നതും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. അത് നമ്മൾ ചില സമയത്ത് പറയുന്നത് തന്നെ ഒരുമിച്ചായിരിക്കും. നമ്മൾ ചിന്തിച്ചിട്ട് ഞാനിങ്ങനെ അപ്പം മെറി പറയും നിത്തോട്ടാ ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചു. എക്സാക്ട്ലി അങ്ങനെ കുറേ മൊമെൻറ്റ്സ് ഉണ്ട് അല്ലേ. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ മാനിഫെസ്റ്റേഷൻ അഫർമേഷനിലൊക്കെ ഭയങ്കര വിശ്വസിക്കുന്ന ഒരാളാണ്. എൻ്റെ ഈ കാണുന്ന മുഴുവൻ ഈവൻ എൻ്റെ അടുത്തിരിക്കുന്ന മെറി പോലെ എൻ്റെ മാനിഫെസ്റ്റേഷനാണ്. അപ്പം എനിക്ക് കാല് തൂക്കിയിട്ടിരിക്കുന്ന കംഫർട്ടില്ല. അപ്പം അങ്ങനെ അതുകൊണ്ടായിരിക്കും രണ്ടുപേരും കൂടി ഒരേ കാര്യം ആഗ്രഹിക്കുമ്പം അത് അതിൻ്റേതായ രീതിയിൽ ആഗ്രഹിക്കുമ്പം അത് നേടിയെടുക്കാൻ പറ്റും. അതിന് ആഗ്രഹിച്ചാൽ മാത്രം പോരാ, രണ്ടുപേരും അതേപോലെ ഹാർഡ് വർക്ക് ചെയ്ത് ടുവേർഡ്സ് അതിന് വർക്ക് ചെയ്യുമ്പം വരുന്നതും ചെയ്യുന്നത്. അപ്പം മിറിയുടെ കാര്യത്തിൽ മിറി എവിടെ സാരി എടുത്ത് പോയി കഴിഞ്ഞാലും ഏത് വീഡിയോയിൽ സാരി ഇട്ടാലും ആൾക്കാർ പണ്ടേ നോട്ട് ചെയ്യാറുണ്ട്. നമ്മുടെ ഫോളോവേഴ്സ് ചെയ്യുന്ന ആൾക്കാർ നല്ലത് എപ്പോഴും പറയാറുണ്ട് മിറി സാരി എടുത്തപ്പോൾ പ്രത്യേക ഭംഗിയാണ്. അപ്പം നമ്മൾ ആദ്യം ടിക്ടോക്കിൽ കൂടിയാണ് വന്നത്. ടിക്ടോക്ക് ഒരു ദിവസം പെട്ടെന്ന് അങ്ങ് വാനിഷായി. അപ്പം ആൾക്കാരൊക്കെ പറഞ്ഞു നീ ടിക്ടോക്കൊക്കെ പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും, നമ്മളെന്തേരം ജോലിയുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പം പക്ഷെ ഒന്ന് പോകുമ്പോഴാണല്ലോ ഒന്നിന് വളർന്നത്. ടിക്ടോക്ക് പോയപ്പോൾ ഇൻസ്റ്റ വന്നു, യൂട്യൂബ് വന്നു. അപ്പം അതിലേക്ക് ജമ്പ് ചെയ്തു. അപ്പോൾ ഇനിയിപ്പം യൂട്യൂബും ഇൻസ്റ്റൊക്കെ ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് വരുമോ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് ഈ ഒരു ജസ്റ്റ് ഫെയിം മാത്രം വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഫെയിം നമുക്ക് എന്തായാലും ചോറ് തരാൻ പോകുന്നില്ല, റൈറ്റ്? ഫെയിം നമ്മുടെ ഒരു ലെവൽ വരെയൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഇപ്പോൾ ദൈവം പാതി ഞാൻ പാതി എന്ന് പറയുന്ന പോലെ ഫെയിം പകുതി ബാക്കി നമ്മൾ തന്നെ ചെയ്യണം. ഫെയിം വെറുതെ കിട്ടില്ലല്ലോ. നമ്മളതിനെന്തോ ചെയ്ത് നമുക്ക് എന്തോ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്തു നമ്മുടെ ഓഡിയൻസ്. അതുകൊണ്ട് നമുക്ക് ഫെയിം ഉണ്ട്. അത് വെച്ചിട്ട് നമുക്കതിൽ നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെടാൻ പറ്റും, നമുക്കതൊരു ലൈഫ് സ്റ്റൈലിൽ ഇൻകോപ്പറേറ്റ് ചെയ്ത് എങ്ങനെയാകാൻ പറ്റും എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യണം. അപ്പം ഈ ഫെയിമൊക്കെ പോകുന്നതിനേക്കാൾ എത്ര കാലം നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റും, എത്ര കാലം നമുക്ക് ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ പറ്റും. അപ്പം അതിന് സസ്റ്റൈനബിൾ ആയിട്ടുള്ള വേറെ ഒരു സ്റ്റെപ്പ് നോക്കുമ്പോഴും ഈ പറഞ്ഞൊരു പോയിൻ്റ് നമ്മുടെ മൈൻഡിലേക്ക് വന്നത് മെറി എടുക്കുന്ന സാരീൻ്റെ സ്റ്റൈല്, അവളുടെ കളക്ഷൻസ്. അപ്പോൾ എന്തുകൊണ്ട് ഒരു ദിവസം മെറി പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അത് മെറിയുടെ തോട്ടാണ്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ. ഞാൻ കുറച്ചൊരു പിന്നോക്കായിരുന്നു. എൻ്റെ മൈൻഡിലുണ്ടായിരുന്ന ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത കംപ്ലീറ്റ് അറ്റൻഷൻ ബിസിനസ്സിലേക്ക് പോകും. പിന്നെ നമ്മൾ ഈ വീഡിയോ എങ്ങനെ ചെയ്യും, നമ്മളെങ്ങനെ ട്രാവൽ ചെയ്യും, നമ്മൾ കംപ്ലീറ്റ് ഇവിടെ കൊടുക്കണമല്ലോ. അപ്പോൾ എനിക്ക് കൺഫ്യൂഷനായിരുന്നു. അപ്പം ഞാൻ വെച്ചു ബിസിനസ് വേറെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ നമ്മൾ അതിലേക്കായിപ്പോവും. അപ്പം ഈ ഒരു സോഷ്യൽ മീഡിയ ആയിട്ട് കണക്ട് ചെയ്ത് ചെയ്യണമെങ്കിൽ ഓക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ദി ബെസ്റ്റ്. ആൾക്കാരുടെ ഫീഡ്ബാക്ക് ആണല്ലോ നമുക്ക് ഏറ്റവും ആവശ്യം. ഫീഡ്ബാക്ക് എന്തായിരുന്നു? സാരി. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ സാരീസ്. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ 7,000 രൂപയുടെ ബിസിനസ് അന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അങ്ങനെ സോഴ്സ് ചെയ്ത് അതൊന്ന് പഠിച്ചു. നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്ന് വീണു, അത് നേരത്തെ പറഞ്ഞ പോലെ വീണെടുത്ത് കടന്നില്ല. അവിടെ നിന്ന് വീണ്ടും എണീച്ചു, 4 കാലിൽ എണീച്ചു നിന്ന് 2 കാല് പിന്നെ നമ്മൾ മുന്നോട്ട് പോയി ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചു. അതിനൊരു കറക്റ്റായിട്ടുള്ളൊരു നെയിം ബ്രാൻഡിങ് ചെയ്തു. ഭയങ്കര ഗ്ലോറിഫൈ ചെയ്തിട്ടുള്ള ഒഫീഷ്യൽ ലോഞ്ചിങ്, ഒഫീഷ്യൽ വെബ്സൈറ്റ് ലോഞ്ച്, ഒഫീഷ്യൽ ലോഗോ ലോഞ്ച് അതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. വളരെ നാച്ചുറലായിട്ട്, എത്ര ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് നോർമൽ ലാംഗ്വേജ് നമ്മുടെ ഓഡിയൻസിന് മനസ്സിലാകുന്ന രീതിയിൽ എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റും ആ രീതിയിൽ നമ്മൾ ചെയ്തു. മുന്നോട്ട് പോകുന്നു. വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. നമ്മളതൊരിക്കലും കളയില്ല. അതിൻ്റേതായ രീതിയിൽ നമ്മൾ ഇന്ന് മുന്നോട്ട് പോകും. ഇതിലൊരു കാര്യം പറയട്ടെ, മെറി എപ്പോഴും സാരിയൊക്കെ കൊടുത്ത് നന്നായിട്ട് ഒരുങ്ങി നിൽക്കുന്ന ഒരാളാണല്ലോ. അപ്പോൾ പെട്ടെന്ന് സാരി ബ്രാൻഡ് തുടങ്ങിയപ്പം എനിക്ക് ആദ്യം പെട്ടെന്ന് മനസ്സിലായില്ല കേട്ടോ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു പിങ്ക് സാരി ഇല്ല, അതായിരുന്നു എനിക്ക് തോന്നുന്നു അതായിരുന്നു ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് വന്ന ഒരു പിങ്ക് സാരി. അതാണേലും അപ്പോൾ പെട്ടെന്ന് മെറീനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഓക്കെ മെറി നോർമലി വീഡിയോ ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ. പിന്നീടാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഓക്കെ ഇതൊരു സാരി ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അത് നമുക്ക് ഓൾറെഡി നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര പ്രസൻറ്റബിൾ ആയിട്ടാണ് നിങ്ങൾ രണ്ടുപേരും. അതിൽ അവാർഡ് ഷോയ്ക്കൊക്കെ പോവുകയാണെങ്കിലും മീത്ത് എന്ന് പറയുന്നത് എങ്ങനെ വെറൈറ്റി ട്രെൻഡ്